പരിശുദ്ധ ബാബാ തിരുമേനി, സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന തരുണഭദ്രാസന അധിപൻ അഭിനയ ഡോക്ടർ യുഹാനോ മാർ ക്രിസോസ്റ്റോമോസ് തിരുമേനി, സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, വന്യ ഔഗൻ റംബാച്ചൻ, KSCBയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരിക്കുന്ന എസ് പ്രസന്നകുമാരി അവറുകൾ, ശ്രീ ജോർജ് ജേക്ക് വള്ളക്കാലിൽ, ബഹുമാനപ്പെട്ട പൊന്നോലെ അച്ഛൻ, വന്യ AG ജോസഫ് റംബാച്ചൻ, റംബാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങളെ, KSCBയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നതായ ഓഫീസേഴ്സ്, സ്റ്റാഫ് അംഗങ്ങൾ, മാധ്യമ പ്രവർത്തകർ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിമല സെമിനാരി ആത്മീയമായ ശക്തി പകർന്നുകൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും ഇന്ന് ഒരനുഗ്രഹമാണ്. എന്നാൽ അതിൻ്റെ ഒരു പുതിയ കാൽവെപ്പാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. കറണ്ട് സമൂഹത്തിന് നൽകിക്കൊണ്ട് അതും പ്രകാശമായി മറ്റുള്ളവർക്ക് തീരുന്നതായ ഒരു പ്രവർത്തനത്തിൽ പങ്കുചേരുകയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ സോളാർ പദ്ധതിയുടെ ഭാഗമായിട്ട് 2013 ഏകദേശം 25 ലക്ഷത്തോളം രൂപ മുടക്കി ഇവിടെ സ്ഥാപിച്ചതായ സോളാർ പ്രൊജക്റ്റിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം അന്ന് നിർവഹിച്ചു. എങ്കിലും തുടർന്ന് KSCBക്ക് അധിക കറണ്ട് കൊടുക്കാമെന്നുള്ളതായ ഒരു ലക്ഷ്യവും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. സെമിനാരിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും കറണ്ടിൻ്റെ ഉപയോഗത്തിന് ശേഷം അധികം വരുന്നതായ കറണ്ട് KSCB വാങ്ങാമെന്ന് അന്ന് തന്നെ ഒരു ധാരണ KSCBക്കുണ്ടായിരുന്നു. അതനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം ഡിപ്പാർട്ട്മെൻറ്റ് അത് കമ്മീഷൻ ചെയ്യുകയും ഇന്ന് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇവിടെ വെച്ച് നിർവഹിക്കുകയുമാണ്. കേരളത്തിലെ KSCBയുടെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് പരിമല സെമിനാരിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 25 കിലോവാട്ട് വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം 18 കിലോവാട്ട് വൈദ്യുതി ഡിപ്പാർട്ട്മെൻറ്റിന് നൽകുവാൻ സാധിക്കും എന്നാണ് വിലയിരുത്തുന്നത്. ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്കറിയുവാനായിട്ട് സാധിക്കും. വളരെയധികം സന്തോഷമുണ്ട് ഈ സമയത്ത് ഇങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഒരു ആത്മീയ കേന്ദ്രത്തിൽ നിന്ന് തന്നെ അതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നത് പരിശുദ്ധ ബാബാ തിരുമേനിയാണ്. തിരുമേനി കൃത്യസമയത്ത് തന്നെ ഇവിടെ എഴുന്നള്ളി വരികയും ഈ പ്രൊജക്റ്റിന് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു. തിരുമേനിയെ, പരിശുദ്ധ ബാബാ തിരുമേനിയെ എല്ലാവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷത വഹിക്കുന്നത് നിരണഭദ്രാസന അധിപൻ അഭിനയ ഡോക്ടർ യുഹാനോ മാർ ക്രിസോസ്റ്റോമോസ് തിരുമേനിയാണ്. സെമിനാരിയുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായ സാന്നിധ്യം കൊണ്ടും ഉപദേശം കൊണ്ടും തിരുമേനിയുടെ സാന്നിധ്യം ഈ സെമിനാരിയുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്ന് നമുക്കറിയാം. തിരുമേനിയും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. തിരുമേനിയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഒന്നിനായ ഔഗൻ റംബാച്ചൻ്റെ സമയത്താണ് ഈ പ്രൊജക്റ്റ് ഇവിടെ ആരംഭിച്ചത്. ഇത് സംബന്ധിച്ചുള്ളതായ പരിമല സെമിനാരി കൗൺസിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും എല്ലാം ഉള്ള സജീവമായ ഒരു സഹകരണവും അതുപോലെ തീരുമാനപ്രകാരമാണ് ഈ പ്രൊജക്റ്റ് ഇവിടെ ആരംഭിച്ചത്. സഭാ സെക്രട്ടറി ജോർജ് ജോസഫ് ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ഒരു സഹകരണവും സപ്പോർട്ടും ഇതിനുണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. റംബാച്ചൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. റംബാച്ചനെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. KSCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് പ്രസന്നകുമാരി അവറുകൾ ഈ അടുത്ത സമയത്താണ് സ്ഥലം മാറി ഇവിടെ എത്തിയത്. ഈ പ്രൊജക്റ്റുമായിട്ട് ഞാനും ഇവിടെ വന്ന സമയത്താണ്. ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ആദ്യം
പല ആകുലതകളൊക്കെ അറിയിക്കുകയുണ്ടായി. ഇവിടെ കുറേ ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ എല്ലാം ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പർ വർക്കുകളിലും അതുപോലെ മറ്റ് പ്രവർത്തനങ്ങളിലും എല്ലാം ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്ത് അതിന് കമ്മീഷൻ ചെയ്തപ്പോഴും അതിനെല്ലാം നേതൃത്വം നൽകിയത് പ്രസന്നകുമാരി അവറുകളാണ്. പ്രത്യേകമായ ആ സാന്നിധ്യത്തിന് പ്രത്യേകമായ എല്ലാവരുടെയും പേരിൽ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ഷീരവികസന ബോർഡ് ചെയർമാൻ ശ്രീ ജോൺ ജേക്കബ് വള്ളക്കാലിൽ ഇടവകയിലെ അംഗമാണ്. ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായ സാന്നിധ്യം ഉണ്ട്. പ്രത്യേകമായ ഈ സമ്മേളനത്തിലേക്ക് ജോൺ ജേക്കബ് വള്ളക്കാലി അവരുകളെയും സ്വാഗതം ചെയ്യുന്നു. പരിമല സെമിനാരി കൗൺസിൽ അംഗമായ ബഹുമാനപ്പെട്ട പൊന്നോലച്ചൻ കൗൺസിലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. സഭാ സെക്രട്ടറി ജോർജ് ജോസഫ്, ഞാൻ ആദ്യം ഓർപ്പിക്കുകയുണ്ടായി, സെക്രട്ടറി ഈ സോളാറിൻ്റെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അതിമുതൽ തന്നെ സജീവമായ സഹകരണം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ തന്നെ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. കാരണം ഇത് ഒന്ന് കമ്മീഷൻ ചെയ്തു. ഇതൊരു കുറേ നാളുകളായിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ അതെല്ലാം വളരെ ഭംഗിയായിട്ട് കമ്മീഷൻ ചെയ്തു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് സന്തോഷം അറിയിച്ചു. ഇന്ന് കൃത്യസമയത്ത് തന്നെ ഉച്ചയ്ക്ക് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫിനെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു, പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒന്നിനായ ജോസഫ് റമ്പാച്ചൻ അസിസ്റ്റന്റ് മാനേജറാണ്. നന്ദി പറയുന്നത് ജോസഫ് റമ്പാച്ചനാണ്. റമ്പാച്ചനെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം. പരിശുദ്ധ ബാബ തിരുമേനി, വന്യരായ റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ജോർജി, KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി പ്രസന്നകുമാരി, സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് അടുത്ത കാലത്ത് ഒരു പ്രസ്താവന നടത്തിയത് 4-5 ദിവസങ്ങൾക്ക് മുമ്പാണ്. ഈ വർഷം പവർ കട്ട് ഉണ്ടാകുകയില്ല, വെളിയിൽ നിന്ന് വൈദ്യുതി വാങ്ങേണ്ടിയും വരികയില്ല എന്ന്. ഒരുപക്ഷെ നമ്മുടെ പരിമലയിലെ കൂടെ കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണോ എന്ന് ഞാൻ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. ആദ്യം എനിക്കും ഈ കാര്യത്തെക്കുറിച്ച് അല്പം സന്ദേഹവും മറ്റും ഉണ്ടായിരുന്നു. പരിമലയിൽ സോളാർ സിസ്റ്റം ഈ സംവിധാനം കൊണ്ടുവരുന്നതിന് ഏറ്റവും മുൻകൈ എടുത്തത് നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറി ജോർജി ആയിരുന്നു. പരിശുദ്ധ ബാബാ തിരുമേനി അതിന് 100% പിന്തുണയും തന്നു. അന്ന് മാനേജറായിരുന്ന ഔഗേൻ റമ്പാച്ചൻ്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും ഉണ്ടായി. ഇത് 2013-14 കാലഘട്ടം കൊണ്ടൊക്കെ തീർന്നു എങ്കിലും ഔദ്യോഗികമായിട്ടുള്ള ഒരുപാട് നൂലാമാലകൾ ഈ വിഷയത്തിൽ ഒന്നിൻ്റെ പുറകെ ഒന്നായി വന്നതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നിയമങ്ങളും നമുക്ക് സ്വീകാര്യമായ ആക്കേണ്ട കാര്യങ്ങളും ഇതുമായിട്ടൊക്കെ നീണ്ട ചർച്ചകൾ നടന്നു. അതെല്ലാം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. പാമ്പാടി ദയറായിലും ഞാലിയാകുഴി ദയറായിലും സോളാർ സിസ്റ്റമുണ്ട്. പക്ഷേ അത് അവിടുത്തെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപകരിക്കപ്പെടുന്നുള്ളൂ. പുറത്തേക്ക് കൊടുക്കാനായിട്ട് അത്ര പവറുള്ളത് അല്ല. വാസ്തവത്തിൽ ഈ നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് ഈ വൈദ്യുതിയുടെ വിഷയം. ഈ പ്രതിസന്ധിയിൽ മലങ്കര സഭ ചെയ്യുന്ന ഒരു വലിയ നല്ല ഒരു കാര്യമാണ് ഈ സംവിധാനത്തിൻ്റെ ക്രമീകരണം എന്നുള്ളത്. ഒന്ന്, ഈ സമൂഹത്തിൻ്റെ ഒരു പ്രതിസന്ധി പരിഹരിക്കുവാൻ ഈ സമൂഹം, ഈ സഭ അതിനാൽ ആവുന്നത് ചെയ്യുന്നു എന്നുള്ള ഒരു സന്ദേശം. രണ്ടാമത്, ഇതുപോലെ എല്ലാ പള്ളികളും, നമുക്കറിയാം പള്ളികളിൽ ഒക്കെ ആഴ്ചയിൽ 1-2 ദിവസം ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് വൈദ്യുതിയുടെ ഉപയോഗം വേണ്ടി വരുന്നത്. ഈ സംവിധാനങ്ങൾ പള്ളികളിലാക്കിയാൽ അവിടുത്തെ ആവശ്യം നടക്കുകയും
അതേസമയം സമൂഹത്തിന് അത് തിരികെ കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഏതായാലും ഏറെ കടമ്പകൾ കടന്ന് ഇന്ന് ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും വ്യക്തിപരമായി അഭിനന്ദിക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ തുടർന്നുള്ള സഹകരണവും ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് പരിശുദ്ധ ബാവ തിരുമേനിയെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഭിയന്യനായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഈ മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ഈ പ്രോജക്റ്റിൻ്റെ ഉത്ഭവത്തിന് ആദ്യമായി കാരണക്കാരനായി തീർന്ന പരിമല സെമിനാരിയുടെ മുൻ മാനേജർ പ്രിയപ്പെട്ട ഉഗേൻ റമ്പാച്ചൻ, KICB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി പ്രസന്ന കുമാരി, ക്ഷീര വികസന ബോർഡ് ചെയർമാൻ ശ്രീ ജോൺ ജേക്കബ് വള്ളക്കാലിൽ, ഇപ്പോഴത്തെ മാനേജർ പ്രിയപ്പെട്ട കുറിയാക്കോസച്ചൻ, മറ്റ് റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, പരിമല സെമിനാരി അംഗങ്ങളെ, ഈ സദസ്സിൽ വന്ന് സംബന്ധിക്കുന്ന മറ്റ് സഹോദരി സഹോദരങ്ങളെ, മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, പരിശുദ്ധ പരിമല തിരുമേനി ഇവിടെ ഈ ആവാസ കേന്ദ്രത്തിൽ നിന്ന് പരിമളം എന്ന് എപ്പോഴും വ്യാപിക്കുന്നു എന്ന് നാം എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ്. പരിശുദ്ധ പരിമല തിരുമേനി ആത്മീയതയിലൂടെ മനുഷ്യ മനസ്സിലേക്ക് വെളിച്ചം പകരുമ്പോൾ സാധാരണക്കാർക്ക് വെളിച്ചം പകരാനുള്ള പദ്ധതി ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടെ KSCBയുടെ സഹകരണത്തോടെ പരിമല സെമിനാരിയിൽ നിന്ന് ഇപ്രകാരമുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് വളരെ അഭിമാനവുമുണ്ട്, സന്തോഷമുണ്ട്. അതിനെ ആരെല്ലാം എവിടെയെല്ലാം പ്രവർത്തിച്ചുവോ അവരെല്ലാം സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ ഉദാഹരണം, ഈ മാതൃക പരിമലയിൽ മാത്രം ഉണ്ടായാൽ പോരാ, കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ മേന്മ, നന്മ സമൂഹത്തിന് അനുഭവിക്കുവാൻ ഇടയാകുന്നത്. നാം പലപ്പോഴും സ്വയം അധ്വാനിക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യം സ്വീകരിച്ച് ജീവിക്കുവാൻ ശീലിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ തന്നെ കാര്യങ്ങൾ സമ്പൂർണതയോടെ, സമഗ്രതയോടെ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുവാനുള്ള ശ്രമം നമ്മുടെ പക്ഷത്ത് ഉണ്ടാകണം. അതിനുള്ള കഴിവ് നമുക്കുണ്ട്, മനുഷ്യ വിഭവശേഷി നമുക്കുണ്ട്, അതിനുള്ള ഉത്സാഹവും അതിനുള്ള സഹകരണ ഭാവത്തോടെയുള്ള പ്രവർത്തനവുമാണ് ആവശ്യമായിരിക്കുന്നത്. തീർച്ചയായും പരിമല സെമിനാരി സോളാർ എനർജിയുടെ ഒരു പുതിയ ചിത്രം തന്നെ ലോകത്തിന് നൽകുമ്പോൾ അത് ഒരു മാതൃകാപരമായ ഒരു നേട്ടമായിട്ട് തന്നെ സമൂഹം കാണും. മലങ്കര സഭയ്ക്ക് ഈ കാര്യത്തിൽ ഏറെ ഒരു സന്തോഷവും അഭിമാനവും ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പരിശുദ്ധ പരിമല തിരുമേനി മനുഷ്യ മനസ്സിലേക്ക് ആത്മീയതയുടെ വെളിച്ചം വ്യാപിപ്പിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ള വെളിച്ചം പ്രകൃതിയിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നൊരു സംവിധാനം, സോളാർ എനർജി എന്ന് പറയുന്നത് അതാണല്ലോ. പ്രകൃതിയിൽ തന്നെ നാം ആ വിധത്തിലുള്ള എനർജി, ഊർജം സംഭരിച്ച് അത് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരാൻ തക്കവണ്ണം ഇടയാകുന്നു. ക്രൈസ്തവ മതഗ്രന്ഥത്തിലൊരു ആശയമുണ്ട്, ഈശ്വരൻ വെളിച്ചമാകുന്നു എന്നുള്ളത്. യേശു ക്രിസ്തുവിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. ഈശ്വര സാന്നിധ്യം അല്ലെങ്കിൽ ദൈവം വെളിച്ചമാണ്, മനുഷ്യ മനസ്സിലേക്കുള്ള വെളിച്ചമാണ്. ഞാൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റൊരിടത്ത് അദ്ദേഹം യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾ എല്ലാവരും ഓരോ വെളിച്ചമായി തീരണമെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യ മനസ്സിലുള്ള ഇരുട്ട് നീങ്ങേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് സമൂഹം ഒരു സമാധാനം നിറഞ്ഞ സമൂഹമായി തീരുന്നത്.
മനുഷ്യ സമൂഹത്തിന് ഒരു ആവാസ കേന്ദ്രമായി ഈ ഭൂമി തീരണമെങ്കിൽ ഈ വെളിച്ചം പകരണം. ആ വെളിച്ചത്തോടൊപ്പം തന്നെ സാധാരണക്കാരന് ജീവിക്കുവാൻ നാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഒരു മറ്റ് വിധത്തിലല്ലാത്ത നിലയിൽ പ്രകൃതിയുടെ സോഴ്സിൽ നിന്ന് തന്നെ സോളാർ എനർജിയിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നു. അങ്ങനെ കഴിയണം. അത് കഴിയുന്നത് ഈ രാജ്യത്തിന് ഒരു നന്മയാണ്, സമൂഹത്തിന് നേട്ടമാണ്, ഒരു മാതൃകയാണ്. ഈ മാതൃക എല്ലായിടത്തും ഉണ്ടാകത്തക്കവണ്ണമുള്ള ഒരു സഹകരണവും ഒരു ആവേശവും ഉണ്ടാകാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടതെന്ന് ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. KSEB ഈ കാര്യത്തിൽ ഇവിടെ ഈ പരിമല സെമിനാരിയോടും ഈ പ്രോജക്റ്റിനോടും കാണിച്ച എല്ലാ സഹകരണത്തിനും പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ പരിമല സെമിനാരി ഇങ്ങനെ ഒരു കാര്യം തുടങ്ങി വെച്ചപ്പോൾ അത് ലോകം മുഴുവനും പ്രസിദ്ധീകൃതമാകുന്നൊരു സംവിധാനമാണ്. പരിമല എന്ന് പറയുന്നത് ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാണ്. ലോകത്തിൽ നിന്ന് മുഴുവൻ തന്നെ അനേക ജാതി മത വർണ്ണവർഗ ഭേദം വ്യത്യാസം കൂടാതെ ഇവിടെ ഈശ്വര വിശ്വാസികൾ കടന്നു വരാറുണ്ട്. അവരെ രഹസ്യമായും പരസ്യമായും വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഒരിടത്ത് ഇങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് അത് സംജാതമാകുമ്പോൾ, അത് നടപ്പിൽ വരുമ്പോൾ അത് ലോകത്തിന് മുമ്പ് തന്നെ എല്ലാ സമൂഹത്തിൻ്റെ മുൻപിൽ അതൊരു വലിയ മാതൃകയും അതൊരു വലിയ അഭിമാന നേട്ടവുമായിട്ട് കരുതും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വന്ന് പങ്കെടുത്ത് ഇതിനെ സഹകരിച്ച എല്ലാവരോടുമുള്ള മലങ്കര സഭയുടെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ പദ്ധതി നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും നടപ്പിൽ വരാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് പരിശുദ്ധ ബാബാതിരുമേനി ഇപ്പോഴ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദത്തോടെ ഈ സോളാർ എനർജി പ്രോജക്റ്റ് ഇവിടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ആശംസകൾ അറിയിച്ചുകൊണ്ട് സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ് ഇപ്പോഴ് പ്രസംഗിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി, അഭിനന്ദനായ ക്രിസോസ്റ്റമസ് തിരുമേനി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ വരുമ്പോൾ വളരെ പ്രയാസം തോന്നുമായിരുന്നു. കാരണം തുടങ്ങി വെച്ചൊരു പദ്ധതി പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കാതെ പോയതിൻ്റെ പ്രയാസമുണ്ട്. ഒരിക്കൽ ഒരു ദിവസം ഔഗേറമ്പാച്ചൻ രാത്രി 10 മണി ആകുന്ന സമയത്ത് എന്നെ വിളിച്ച് വളരെ വേദനയോടെ ഒരു കാര്യം പറഞ്ഞു. നമ്മളൊരു പരിപാടി തുടങ്ങി വെച്ചു, ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ എന്നും എനിക്കതൊരു മാനക്കേടായിരിക്കുമെന്ന്. അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുകാരനെ ഞാൻ വിളിക്കാറുണ്ട് രാത്രിയിലൊക്കെ. അന്നും രാത്രി 10:30 ആയപ്പോൾ തുളസിയെ വിളിച്ചു. അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ തമ്മിൽ ഏറെക്കാലമായി സംസാരിച്ചിട്ട്. കാരണം ഇത് നമ്മുടെ KSEBയിലുള്ള അവിടെ നിന്നുള്ള പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. നമുക്കറിയാം, ഒരു കാര്യം നടത്തിയെടുക്കണമെങ്കിൽ പ്രയാസമാണ്. എന്നും തുളസി എന്നോട് പറയും, പ്രശ്നം ഇതാണ്, എൻ്റെ കുഴപ്പമല്ല എന്ന്. ഞാനും തുളസിയുമായി സംസാരിച്ച് മുഷിഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറിടമാണെന്ന് ഓർത്തുകൊള്ളണം. വളരെ വേദനയോടെ പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, ക്ഷമാപണത്തോടെ നിൽക്കുകയാണ്. അങ്ങ് ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കാരണം എൻ്റെ വേദന കൊണ്ട് പറഞ്ഞതാണ്. കാരണം മലങ്കര സഭയിലെ ആളുകളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു പദ്ധതിയാണിത്. മലങ്കര സഭ തുടങ്ങി വെച്ചപ്പോൾ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഔഗേറമ്പാച്ചനെ പോലെ ഞാനും കുറ്റക്കാരനായി വിധിക്കപ്പെടുമെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ സന്നിഹിതനായിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ പദ്ധതിയിലൂടെ വലിയൊരു മാതൃക മലങ്കര സഭ കാട്ടിയിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ചും പഴയ മുൻ കൗൺസിലിലെ എല്ലാ അംഗങ്ങളും ഇവിടെ സന്നിഹിതരാണ് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്.
അതുപോലെ ഇപ്പോഴത്തെ കൗൺസിലിൻ്റെയും അംഗങ്ങൾ ഇവിടെ സന്നിഹിതരാണ്. എല്ലാവിധമായ ഭാവുകങ്ങളും പുതിയ പദ്ധതിക്ക് നേരുന്നു. കുര്യാക്കോസ് അച്ഛൻ വളരെ കാര്യക്ഷമമായി ഇത് നടത്തിക്കൊണ്ടു പോകും എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. എല്ലാവിധമായ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമയത്ത് നന്ദിപൂർവ്വം തന്നെ KSCB ഡിപ്പാർട്ട്മെൻറ്റിനെ ഓർക്കുകയാണ്. ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തിരുവനന്തപുരം, ഡിസ്ട്രിക്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പത്തനംതിട്ട, ചീഫ് എഞ്ചിനീയർ ശ്രീ ബിപിൻ ശങ്കർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തിരുവല്ല, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മണിപ്പുഴ, അസിസ്റ്റന്റ് എഞ്ചിനീയർ കടപ്പറ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മീറ്റർ ടെസ്റ്റിംഗ് തുടങ്ങിയവ നിർവഹിച്ചതായ എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ ജോജി, ശ്രീ പ്രസന്നകുമാരി അവറുകൾ, അതുപോലെ തന്നെ നമ്മുടെ സഭാംഗമായ അനി മാവേലിക്കര തുടങ്ങിയവരെല്ലാം തന്നെ, പോലെ മാധ്യമപ്രവർത്തകരും, ഇവരെല്ലാം തന്നെ ഈ കാര്യങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുവാനായിട്ടുള്ളതായ ശ്രമത്തിൽ പങ്കുചേർന്നു. പ്രത്യേകമായി ഈ സമയത്ത് അവരുടെ പേരുകൾ ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ മുൻ മാനേജർ അവഗൻ റംബാച്ചന് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. വിശുദ്ധ ബാബാതിരുമേനി, ക്രിസോസ്റ്റമസ് തിരുമേനി, സഭാ സെക്രട്ടറി ജോർജ് ജോസഫ്, തിരുവല്ല ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബഹുമാന്യ പ്രസന്നകുമാരി മാഡം, വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ട റംബാച്ചന്മാർ, കോറപ്പീസ്കോപ്പാച്ചൻ, വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഷമാശൻ, മുൻ കൗൺസിൽ മെമ്പേഴ്സ്, ഇപ്പോഴത്തെ കൗൺസിൽ മെമ്പേഴ്സ്, മാധ്യമ പ്രവർത്തകരെ, ഇടഭാഗങ്ങളെല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. വളരെ സന്തോഷത്തോടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ലോകത്തിന് വെളിച്ചം നൽകിയവനായ കർത്താവിൻ്റെ ജീവിതം പിന്തുടർന്ന പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറിടത്തിൽ ഞാൻ ചുമതലയേൽക്കുമ്പോൾ ഒരു മാസം വേണ്ട 1.25 ലക്ഷം രൂപയാണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല്. അന്ന് ഞാനും ജോർജിയും കൂടെ ഇരുന്ന് ആലോചിച്ചതിന് ഇവിടെ ജോർജി വളരെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു സംസാരിക്കുകയും അതനുസരിച്ചാണ് ഇവിടെ ഒരു സോളാർ സിസ്റ്റം ഉണ്ടാക്കാമെന്ന് ജോർജ് തീരുമാനിക്കുകയും അദ്ദേഹം തന്നെയാണ് ഈ കൊഡാക് കമ്പനിയുടെ ഏജൻറ്റിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവരികയും ചെയ്തത്. ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെയും വളരെ ആലോചിച്ചു. പരിശുദ്ധ ബാബാ തിരുമേനിയോട് കാര്യം അവതരിപ്പിച്ചു. തിരുമേനി വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അതിൻ്റെ പ്രവർത്തനം നടത്തുവാൻ വേണ്ട എഗ്രിമെൻറ്റിലൊക്കെ നടത്തി. എല്ലാവരും എന്നെക്കുറിച്ച് പറയും ഞാൻ കുറച്ച് കർക്കശക്കാരനാണ്, ദേഷ്യക്കാരനാണെന്നൊക്കെ പറയുമെങ്കിലും സഭയ്ക്കും സമൂഹത്തിനും ദോഷമുണ്ടാകുന്ന ചിന്ത മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെയും വളരെ കർക്കശമായിട്ട് സമയം. കടപ്പറ എഞ്ചിനെ പലപ്പോഴും പറയും ഞാൻ കവറിങ് വന്ന് അതുവഴി കാണാതെ റംബാച്ചനെ കാണാതെ പോയിട്ടുണ്ട് എന്ന് പലപ്പോഴും പറയാറുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുക്കുമ്പോൾ പിന്നെയും അതുണ്ട് ഇതുണ്ട് ഇങ്ങനെ പറഞ്ഞ് മാറുന്ന ഒരു ചിന്താഗതിയാണ്. ബഹുമാനപ്പെട്ട പ്രസന്നകുമാരി മാഡം വന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ, എൻ്റെ പഴയൊരു ഇടവാംഗമായ ഒരാൾ പട്ടത്ത് KSCBയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സ്നേഹിതൻ്റെ ഭാര്യ കൂടിയാണ്. ആ സ്നേഹിതൻ്റെ കസിനായിരുന്നു തിരുവല്ലയിലിരുന്ന സണ്ണി. ഇവരൊക്കെ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും എഗ്രിമെൻ്റ് പേപ്പർ പോലും സ്ഥലത്തെത്തിച്ചില്ല എന്ന അവസാനം എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അത് ഈ മാഡം വന്നതിന് ശേഷമാണ് ആ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി മനസ്സിലായത്. പിന്നെ അവിടെ നിന്ന് അയച്ചു നൽകുകയായിരുന്നു. ആ ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. കാരണം ഈ കാര്യങ്ങളിലുണ്ടായ ചില വീഴ്ചകൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ ജോർജ് ഓർപ്പിച്ച പോലെ ഞാൻ ആരോടൊക്കെ ദേഷ്യപ്പെട്ടുവാണ് ഇല്ലെന്ന് പറയത്തില്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ലാഭത്തിന് വേണ്ടിയല്ല. കാരണം 25 ലക്ഷം രൂപ മുടക്കി ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചിട്ട് അത് ഉപകാരപ്രദമായി പകൽ മാത്രം അതിൻ്റെ ലൈറ്റും ഉണ്ടാകുന്ന എനിക്കറിയാം. പക്ഷെ രാത്രിയിൽ വരുന്നത് വേറൊരു എമൗണ്ട് 70-60 രൂപയിലൊക്കെ പിന്നീട് ചേഞ്ച് ആയെങ്കിലും ആ ഒരു നഷ്ടബോധം ഇത്രയും രൂപ മുടക്കിയിട്ട് അത് സഭയ്ക്ക് പ്രയോജനപ്രദമായിട്ട് പിന്നെ നഷ്ടമായി കിടക്കുന്നല്ലോ എന്നൊരു ചിന്ത പരിശോധനകൊണ്ടാണ് ഞാൻ ജോർജിയോട് പറഞ്ഞത്. നമ്മൾ രണ്ടും കൂടെ തുടങ്ങിയത്. പലരും പറയും നിങ്ങൾ രണ്ടും തെക്കുള്ളവരാണ്, ആ വാക്കല്ല പറഞ്ഞു, വേറൊരു വാക്കാ പറയും, അങ്ങനെ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് വരരുത് എന്ന് ജോർജ് ഓർപ്പിച്ചപ്പോഴാണ് ജോർജ് തുളസിയുമായിട്ട് സംസാരിക്കാൻ ഇടയായതൊക്കെയും. എന്നാൽ ദൈവകൃപയാൽ ഇപ്പോഴ് ആഗ്രഹിച്ച കാര്യങ്ങളൊന്ന് ഒരു ഹൈമാക്സ് ലൈറ്റ് വേണമെന്ന് വെച്ചു, അത് ദൈവം തന്നു. അത് ദേശത്തുള്ളവർക്കൊക്കെ വെളിച്ചം നൽകി. പരിശുദ്ധ പരിമലത്തിന് ലോകമൊക്കെയും വെളിച്ചം പകരുന്നു. അവിടെ നിന്ന് പരിമല സെമിനാരിക്ക് എനിക്ക് തോന്നുന്നതിൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ 2 വർഷം കൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് പിന്നെ ഈ ചിലവായ കാശ്
തിരികെ കിട്ടും എന്നാണ് എൻ്റെ കാൽക്കുലേഷൻ. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തുകകളൊക്കെയും ഈ സെമിനാരിക്ക് സഭയ്ക്ക് സ്വത്തായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് ലാഭം കിട്ടുമ്പോൾ അത് എങ്ങനെയും വിനിയോഗിക്കാൻ രീതിയിലേക്ക് ആരും മാറരുതെന്നുള്ള കാര്യം സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ഇനി 1-2 പ്രോജക്റ്റുകൾ തിരുമേനിയൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അതും ആ ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനെ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരം തന്നതിന് നന്ദിയോടെ ഓർക്കുന്നു. പരിശുദ്ധ പരമേശ്വരന്റെ പ്രാർത്ഥന എല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ. അതിന് അല്പം അധികമായിട്ട് പ്രവർത്തിച്ച എല്ലാവരും ഇത് അവസാന നിമിഷം എനിക്ക് തോന്നുന്നു ഇപ്പം ഗ്രേക്കോസം പറഞ്ഞ പോലെ അനിവറീസ് ഇതിനകത്ത് ഇച്ചിരി രാഷ്ട്രീയമായ രീതിയിൽ ഇച്ചിരി ഒന്ന് വർക്ക് ചെയ്തപ്പോഴാണ് ഈ സംഗതി പെട്ടെന്ന് ഇതായി വരാൻ കാരണമായി തീർന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാ മാധ്യമപ്രവർത്തകരും എല്ലാം അതിനകത്ത് പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകരുടെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇത് വഴി കാണിച്ചതിന് ഇവരുള്ള സന്തോഷം അറിയിക്കുന്നു. വളരെ നന്ദി. നമസ്കാരം. KSCBയിലെ 2 പേരുകളോട് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അനിൽ ജോൺസൺ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, തോമസ് എബ്രഹാം, അസിസ്റ്റന്റ് എഞ്ചിനീയർ, കടപ്പുറ. ഇവരെല്ലാം തന്നെ ഇവിടെ സമയാസമയങ്ങളിൽ വന്ന് ഈ കാര്യങ്ങളിൽ അവർക്ക് ആവശ്യമായ നമുക്ക് ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും അതുപോലെ തന്നെയുള്ളതായ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിച്ചു. പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇപ്പോൾ KSCBയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബഹുമാനപ്പെട്ട ശ്രീ പ്രസന്ന കുമാരി മാഡം ഇപ്പോൾ പ്രസംഗിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ബാവ തിരുമേനി, മറ്റു തിരുമേനിമാർ, വൈദിക ശ്രേഷ്ഠന്മാർ, പരുമല സെമിനാരി അംഗങ്ങൾ, വൈദ്യുതി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസംഗമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡായിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സ്വിച്ച് ഓൺ കർമ്മം കാണുമെന്ന് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടുന്ന് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പ്രസംഗം ആശംസ പറയണമെന്നൊക്കെ വിചാരിച്ചത്. അതുകൊണ്ട് പ്രസംഗത്തിൽ ചിലപ്പോൾ അത്ര എല്ലാ പോയിൻറ്റ്സും ഒന്നും വരാൻ സാധ്യതയില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഒരു 4-5 മാസമേ ആയുള്ളൂ വന്നിട്ട്. ഞാൻ ഒരു കൊല്ലം സ്വദേശിയാണ്. പിന്നെ ഈ വിതരണ മേഖലയിൽ, വൈദ്യുതി ബോർഡിൻ്റെ വിതരണ മേഖലയിലൊക്കെ ധാരാളം വർക്ക് ചെയ്ത, ഇതുപോലത്തെ 5 ഡിവിഷനിലെ പ്രവർത്തനം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ 26 വർഷമായിട്ട് വൈദ്യുതി ബോർഡിൻ്റെ സേവനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഉള്ളൊരു പ്രവർത്തന പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇതെല്ലാം കൈകാര്യം ചെയ്തു പോകുന്നത്. ഏത് ഉപഭോക്താക്കളായാലും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ പ്രശ്നത്തിൽ ഇടപെടുകയും വൈദ്യുതി ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള സേവനമാണ് കാഴ്ചവെക്കാൻ ഇതേവരെ ഇത്രയും ജീവിതത്തിലെ സർവീസിൽ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സോളാർ പ്രശ്നം ഡെമോക്രസിൻ്റെ വാള് പോലെ നമ്മുടെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ ഇതൊരു സദസ്സിൽ പറഞ്ഞ പോയെങ്കിൽ ക്ഷമിക്കണം. നമ്മുടെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഒരു എത്രയും ഊണിലും ഉറക്കത്തിലും എങ്ങനെയും ഇത് ശരിയാവണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ വന്നപ്പോൾ മുതൽ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഏതൊക്കെ അറ്റം വരെ എന്തൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാമോ അതെല്ലാം ചെയ്യിപ്പിച്ച് ഇവിടെ വരികയും അതുപോലെ നമ്മുടെ വൈദ്യുതി ബോർഡിൻ്റെ ഉന്നതങ്ങളിൽ പോയി റിപ്പോർട്ടുകൾ കൊടുക്കുകയും അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാവുന്ന കാര്യങ്ങൾ കുറേ ചെയ്തു. യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വെച്ച സിസ്റ്റത്തിന് നമ്മുടെ ഏത് സിസ്റ്റവും നമ്മുടെ വൈദ്യുതി ബോർഡിൻ്റെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട CEC സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെ വേണമെന്നുണ്ട്. ഇവിടുത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ ചില സ്റ്റാൻഡേർഡുകൾ സ്വല്പം വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് നോക്കാതെ നമുക്ക് കൊടുക്കാനായിട്ട് വ്യവസ്ഥയില്ല, അല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്തുകൂടാം. അപ്പോൾ അത് കാരണം അതിനെ നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 100% പക്കയായിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു സംഗതിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഉറപ്പാക്കിയിട്ടാണ് ഇപ്പോൾ സിസ്റ്റത്തിൽ കണക്ഷൻ എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 100% വിശ്വസിക്കാവുന്നതും നമുക്ക് വൈദ്യുതി ബോർഡിൻ്റെ ഇവിടുത്തെ ഈ സെമിനാറിലെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് വൈദ്യുതി ബോർഡിൻ്റെ വിതരണ ശൃംഖലയിലേക്ക് വരത്തക്ക രീതിയിലുള്ള യൂണിറ്റുകൾ നമ്മളിവിടെ മിനിറ്റ് മീറ്റർ എന്ന് പറയുന്ന മീറ്ററിൽ കാണുകയും അതിനനുസരിച്ചുള്ള നമ്മൾ ഉപയോഗത്തിൻ്റെ പൈസ ബോർഡിൽ നിന്ന് തിരിച്ച് അപ്പോൾ നമുക്ക് വൈദ്യുതി ബോർഡിന് കിട്ടാനുള്ള കറണ്ട് ചാർജ് ഇപ്പോൾ കിട്ടത്തില്ല. നിങ്ങൾക്ക് സെമിനാരിക്ക് പൈസ അങ്ങോട്ട് തരേണ്ട അവസ്ഥയിലുള്ളതാണ്. നിന്ന് പ്രത്യേകിച്ച് പറഞ്ഞു നമ്മുടെ 1 ലക്ഷം രൂപയാണ് ഒരു മാസം പോകുന്നതെന്ന് പറഞ്ഞു.
അപ്പം അങ്ങനെ നമുക്ക് അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ വൈദ്യുതി ബോർഡ് 12 രൂപ സംതിങ് ബാർഗെയിൻ ചെയ്ത് അത് ഈ പവർ പർച്ചേസിങ്ങെല്ലാം കേട്ടാണ് പാത്രത്തിലൊക്കെ വരുന്നത്. അപ്പോൾ അത്രയും 12 രൂപ സംതിങ് രൂപയ്ക്ക് ഒരു യൂണിറ്റ് വാങ്ങിക്കുന്ന വൈദ്യുതി ഏറ്റവും കുറഞ്ഞ 3-4 രൂപയ്ക്കാണ് ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നത്. ഇൻഡസ്ട്രി വെച്ച് ബാക്കി എല്ലാവർക്കും വളരെ കുറഞ്ഞ ചാർജിലാണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ബോർഡിന് ലാഭമില്ലേ? ഓവറോൾ സിസ്റ്റം നോക്കുമ്പോഴത്തേന് ബോർഡിന് ഈ പണം ലാഭമാണല്ലോ. അത്രയും പവർ കുറച്ച് വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ ആ നഷ്ടം വൈദ്യുതി ബോർഡിന് സംബന്ധിച്ചും ലാഭമാണ്, സെമിനാരിക്കും ലാഭം. ഇങ്ങനെ സമൂഹത്തിനും ഊർജ്ജ സംരക്ഷണം ലക്ഷ്യമാക്കി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വൈദ്യുതി ബോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഊർജ്ജ സംരക്ഷണ രംഗത്തും നല്ലൊരു കാര്യമായിട്ടിത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പല രീതിയിലും നല്ലൊരു കാര്യത്തിന് തുടക്കമിട്ടു, അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്തു കൊടുക്കാൻ നമ്മുടെ സർവീസിൽ ഓർക്കപ്പെടാവുന്ന ഒരു സംഭവമായിട്ട് കാണുന്നു. ഇത്രയും വൈദിക ശ്രേഷ്ഠന്മാരുടെയൊക്കെ ഇടയ്ക്ക് ഞാൻ ഇരുന്നിട്ട് പോലുമില്ല. എന്നുവെച്ചാൽ അപ്പോൾ അങ്ങനെ ഒരു മഹാഭാഗ്യം ഓരോരോ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് ഉള്ള കാര്യങ്ങളായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും ഒരു നിയോഗം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്നു. അതിന് എല്ലാ പരിമല സെമിനാരിയുടെ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. പരിമല കൗൺസിൽ അംഗം ബഹുമാനപ്പെട്ട പൊന്നാലാച്ചന് എപ്പോഴും ആശംസ അറിയിക്കുന്നു. പരിശുദ്ധ ബാബ തിരുമേനി, അവന്യ ക്രിസോസ്റ്റമസ് തിരുമേനി, ബഹുമാനപ്പെട്ട ജോർജി, ശ്രീമതി പ്രസന്നകുമാരി, മറ്റ് റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങളെ, സ്നേഹിക്കപ്പെട്ട ഏവരുമേ, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം, പരിമല സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭമുഹൂർത്തമാണ്. ഈ സഭയുടെയും പരിമല സെമിനാരിയുടെയും ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു പുണ്യ ദിവസമാണ് ഇന്ന്, യാതൊരു സംശയമില്ല. ഈ സോളാർ സിസ്റ്റം ഇവിടെ ക്രമീകരിക്കുന്നതിന് അധ്വാനിച്ച ജോർജിയെയും ഔഗൻ റമ്പാച്ചനെയും പരിശുദ്ധ ബാബാ തിരുമേനിസിൻ്റെ നിർദ്ദേശമനുസരിച്ച് അന്ന് പ്രവർത്തിച്ചു, ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മാനേജരം ശ്രീ കുര്യാക്കോസ് അച്ഛനോടും ബാക്കി എല്ലാവരോടും പരിമല സെമിനാരിയുടെ കൗൺസിലിൻ്റെ പ്രത്യേക അഭിനന്ദനവും നന്ദി അറിയിക്കട്ടെ. ശ്രീമതി പ്രസന്നകുമാരി ഒരു കണക്കിൽ ഭാഗ്യവതിയാണ്. കാരണം പരിമല സെമിനാരിയുടെ ചരിത്രത്തിൽ മാടത്തിൻ്റെ പേര് തീർച്ചയായിട്ടും ഇവിടെ എഴുതപ്പെടും. ഇത് പ്രവർത്തിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചത് അങ്ങേക്കാണെന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടുകൂടെ മാടത്തെ അറിയിക്കട്ടെ. പരിമല തിരുമേനി പലരുടെയും കണ്ണുനീരൊപ്പുന്ന ഒരു പുണ്യപിതാവായിരുന്നു. അത് നാനാജാതി മതസ്ഥരുടെ കണ്ണുനീരൊപ്പുന്ന തിരുമേനിയാണ്. ആ തിരുമേനിയുടെ പരിപാവനമായ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ ദേവാലയവും പരിമല സെമിനാരിയും മലങ്കര സഭയുടെ അതാത് കാലത്തെ പിതാക്കന്മാർ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ശ്രേഷ്ഠം. ഇപ്പോഴത്തെ ബാബാ തിരുമേനി അതിൻ്റെ മുൻപന്തിയിലാണ്. ഇവിടുത്തെ ആവശ്യകതാബോധം കാര്യങ്ങൾ തിരുമേനിയോട് സമർപ്പിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിന് അനുവാദം കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പരിമല സെമിനാരിയിൽ നടത്തുവാൻ സാധ്യമാകുന്നത്. പരിമല തിരുമേനി ഉയരത്തിൽ നിന്ന് ശക്തി സംഭരിക്കുന്ന ഒരു പുണ്യപിതാവാണ്. ദൈവസന്നദ്ധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഉയരത്തിൽ നിന്ന് ശക്തി സംഭരിച്ച് ആ ശക്തി ലോകത്തിന് മുഴുവനും പകർന്നു കൊടുക്കുന്നുവെങ്കിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനിൽ നിന്ന് ഈ സോളാർ ഇവിടെ ശക്തി സംഭരിച്ചിട്ട് ഈ ശക്തി ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊടുത്തിട്ട് അത് നാനാജാതി മതസ്ഥരുടെ ഉപയോഗത്തിനു വേണ്ടി ഇത് പ്രയോഗിക്കുന്നുവെന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം മലങ്കര സഭ ചെയ്തതിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. മലങ്കര സഭ അതാത് കാലത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ലോകത്തിന് നന്മ പ്രവർത്തിക്കുവാൻ എടുത്തു ചാടുന്ന ഒരു സഭയാണ്. കാരണം തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായി,
അനേകായിരങ്ങൾ പട്ടിണി കൊണ്ടും പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭ പരിശുദ്ധ ബാവാതിരുമേനി പെട്ടെന്ന് ചെന്നൈ ഭദ്രാസനാധിപനെ ചുമതലപ്പെടുത്തി അവിടുത്തെ കണ്ണുനീരൊപ്പുവാൻ വേണ്ട സഹകരണങ്ങൾ ചെയ്യുവാൻ ബാവാതിരുമേനി കൽപ്പിക്കുകയുണ്ടായി. നമ്മുടെ കടമയും കടപ്പാടും മറ്റുള്ളവർക്ക് പ്രയോജനീഭവിക്കുന്ന നന്മകൾ പ്രവർത്തിക്കുവാൻ സാധ്യമാകുന്നുവെങ്കിൽ ദൈവസന്നദ്ധി ശ്രേഷ്ഠമാണ്. പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ഈ പുണ്യഭൂമിയിൽ നിന്ന് ഈ കരണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനീഭവിക്കുവാൻ തക്കതിന് വേണം ഇന്ന് സ്വിച്ച് ഓൺ കർമ്മം നടത്തുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഇതിൽ സംബന്ധിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യകരമായ ഒരു അവസരമില്ല. ഇന്ന് രാവിലെ പേപ്പറിനകത്ത് വായിച്ചപ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിച്ചു, അച്ഛാ ഇത് പരിമല സെമിനാരിയിൽ ഈ പദ്ധതി ഉണ്ടോ? ഇത് പലർക്കും അറിയത്തില്ല. ഇന്ന് പേപ്പറിനകത്ത് വന്നപ്പോഴാണ് ഈ പദ്ധതി ഇവിടെ ഉണ്ടെന്നും ഇത് നടപ്പാക്കുവാൻ പരിശുദ്ധ ബാവാതിരുമേനിയും മറ്റ് എഴുന്നള്ളുന്നുള്ള കാര്യം ലോകമറിയുന്നത്. ഇത് ലോകത്തിന് ചെയ്ത നല്ല ഒരു പ്രവൃത്തിയായി തീരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപയ്ക്ക് സ്തോത്രമർപ്പിച്ചുകൊണ്ട് എനിക്കൊരു അവസരം ഒരുക്കി തന്ന MC കുര്യാക്കോസ് അച്ഛനോട് എൻ്റെ സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നമ്മൾ അവസാനിപ്പിക്കുന്നു. ദൈവം സമൃദ്ധിയായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ക്ഷീര വികസന ബോർഡ് ചെയർമാൻ ശ്രീ ജോൺ ജേക്ക് വള്ളക്കൽ അവറുകൾ ആശംസകൾ അറിയിക്കുന്നു. ബാവാതിരുമേനി, യോഗത്തിൻ്റെ അധ്യക്ഷൻ ക്രിസോസ്റ്റമസ് തിരുമേനി, സമുദായ സെക്രട്ടറി ജോർജി, ഞങ്ങളുടെ മുൻ മാനേജർ ഹുഗൻ റംബാച്ചൻ, മറ്റ് റംബാച്ചന്മാരെ, പരിമല കൗൺസിൽ അംഗങ്ങളെ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സമൂഹത്തിൽ വൈദ്യുതി സേവയെ സംബന്ധിച്ചിടത്തോളവും എക്കാലത്തും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അത് അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഈ വർഷം ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് നമുക്ക് വൈദ്യുതിയുടെ കാര്യത്തിൽ ഷോർട്ടേജ് ഉണ്ടാകുകയില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഈ സോളാർ പദ്ധതി അത് ആസൂത്രണം ചെയ്യുവാനും അത് ഒരു സഭ അതിൻ്റെ ദൗത്യം ഏറ്റെടുക്കുവാനും കഴിഞ്ഞു എന്ന് പറയുമ്പം അത് മറ്റ് കേരളത്തിലെ സമുദായങ്ങൾക്കും അല്ലെങ്കിൽ മറ്റാളുകൾക്കും അതൊരു മാർഗദർശം ആണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അതിന് മുൻകൈയെടുത്ത സഭാ സെക്രട്ടറി ശ്രീ ജോർജ് ജോസഫിനെയും അതുപോലെ തന്നെ പരിമലയുടെ മുൻ മാനേജറായിരുന്ന ഔഗൻ റംബാച്ചനെയും അതിനെല്ലാം അനുവാദം കൊടുത്ത പരിശുദ്ധ ബാബാ തിരുമനസുകൊണ്ടേയും അതുപോലെ തന്നെ നമ്മുടെ ഇടവക മെത്രാപ്പോലീത്ത തിരുമേനിയെയും ഒക്കെ തന്നെ അഭിനന്ദിച്ചുകൊണ്ട് ഇത് കേരളത്തിനൊരു മാതൃകയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 25 ലക്ഷം രൂപ മുടക്കി ഒരു സോളാർ പദ്ധതി ആരംഭിച്ച് അതിൽ നിന്ന് 10 ലക്ഷം രൂപ അതിൽ നിന്ന് വെച്ചിട്ട് ഒരു 15 ലക്ഷം രൂപ ഈ പദ്ധതിയിൽ നിന്ന് മിച്ചമുണ്ടാക്കി കേരള സംസ്ഥാനത്തെ വൈദ്യുതി രംഗത്തൊരു പുതിയ വിപ്ലവം സൃഷ്ടിക്കുവാൻ നമ്മുടെ സഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു വസ്തുത. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ തന്നെ ഈ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് അറിയുവാൻ കഴിയും. ഇപ്പോൾ ഏതാനും എനിക്ക് തോന്നുന്നത് ഒരു മാസത്തിനകം നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഒരു പുതിയ ഇലക്ട്രിസിറ്റി ഓഫീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കുന്ന സന്ദർഭമാണ് ഈ അവസരം എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഏറ്റവും കൂടുതൽ അഭിലക്ഷമായ ഒരു സംരംഭമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് മുൻകൈയെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രൊജക്റ്റിൻ്റെ എല്ലാ ഇലക്ട്രിക്കൽ വർക്കുകളും നിർവഹിച്ചത് ശശിയും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങളുമാണ്. പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കുകയാണ്. ഈ സദസ്സിന് നന്ദി പറയുവാനായിട്ട് വന്ദനായ AG ജോസഫ് റംബാച്ചനെ ക്ഷണിക്കുന്നു. പരിശുദ്ധനായ ബാവാ തിരുമേനി, അഭിനന്ദനായ ക്രിസോസ്റ്റമോസ് തിരുമേനി, വന്യ റംബാച്ചന്മാരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് സോളാർ എന്ന് പറയുന്ന വാക്ക് പോലും വളരെ നിന്ദ്യത്തോടും പരിഹാസത്തോടും കൂടിയാണ് നമ്മളൊക്കെ കേൾക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ ഈ പദ്ധതി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ആ വാക്ക് പോലും വളരെ
പണ്ട് യൂത എന്ന് പറയുന്ന നാമം വളരെ നിന്ദ്യമായിട്ട് മനുഷ്യൻ കണക്കാക്കിയതുപോലെയാണ് ഇന്ന് സോളാർ എന്ന് പറയുന്ന വാക്കുപോലും വളരെ നിന്ദ്യമായ നിലയിൽ മനുഷ്യൻ കണക്കാക്കുന്നത്. നമുക്കതിലേക്കൊന്നും കടക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, സ്ത്രീക്ക് തൻ്റെ നാഴിക വരുമ്പോൾ ദുഃഖമുണ്ട്, എന്നാൽ ഒരു ശിശു ലോകത്തിലേക്ക് പിറന്നതിന് ശേഷം അവൾ എല്ലാ ദുഃഖവും മറക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ പദ്ധതിക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്ത പലരുമുണ്ട്. അവർക്ക് യഥാർത്ഥ സമയങ്ങളിൽ ഏറെ ദുഃഖവും പ്രയാസങ്ങളും അനുഭവിച്ചെങ്കിലും ഇന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അവരുടെയൊക്കെ ദുഃഖം മാറിക്കിട്ടുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. ഏത് മനുഷ്യനും അങ്ങനെയാണല്ലോ ആഗ്രഹിക്കുന്നത്. ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചൊരു പദ്ധതി തുടങ്ങിയാൽ അത് അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും. പള്ളി പണി തുടങ്ങുന്ന അച്ഛൻ ആഗ്രഹം കാണും, അച്ഛൻ ആ പള്ളി പൂർത്തീകരിച്ച് കുതാ ചെയ്തിട്ട് അവിടെ വന്ന് പോകണമെന്ന് എന്ന് പറയുന്ന പോലെ ഈ പദ്ധതിയോട് ബന്ധപ്പെട്ടവർക്ക് എല്ലാം ഇതൊരു യാഥാർത്ഥ്യമാക്കി കിട്ടുവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ദിവസമെന്ന നിലയിൽ നേരത്തെ പല പ്രസംഗകർ ഓർമ്മിപ്പിച്ച പോലെ ദിവസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ അവസാന നാളുകളിൽ തിരുവനന്തപുരം പള്ളിയുടെ മുറ്റത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കേണ്ടതായൊരു സന്ദർഭം വന്നപ്പോൾ കത്തിജ്വലിക്കുന്ന സൂര്യൻ ഫോട്ടോ എടുക്കുന്നതിന് തടസ്സമായിട്ട് നിന്നപ്പോൾ അദ്ദേഹം ആകാശത്തിലേക്ക് സ്ലീബ ഉയർത്തി വാഴ്ത്തുകയും പെട്ടെന്നൊരു കാർമേഘം വന്ന് സൂര്യനെ മറയ്ക്കുകയും ചെയ്തതായ സംഭവങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്ന് പറയുന്ന പോലെ ആ പരിശുദ്ധന്റെ മധ്യസ്ഥത മുഖാന്തരം ഇപ്പോൾ ഈ സോളാർ പദ്ധതി അദ്ദേഹത്തിൻ്റെ കപട സ്ഥിതി ചെയ്യുന്നതായ ഈ സ്ഥലത്തെ രൂപം കൊള്ളുമ്പോൾ നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഞാൻ എൻ്റെ ആ വാക്കുകൾ വിടുകയാണ്, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധനായ ബാവ തിരുമേനിയാണല്ലോ ഈ പദ്ധതിക്ക് അംഗീകാരം കൊടുത്തതും ഇന്ന് അതിൻ്റെ പൂർണ്ണതയിലെത്തി ഇവിടെ ഉദ്ഘാടനം ചെയ്തതും പരിശുദ്ധ പിതാവാണല്ലോ. പിതാവിൻ്റെ ദീർഘവീക്ഷണം ഈ പദ്ധതിയുടെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പരിശുദ്ധ പിതാവിനുള്ളതായ സ്നേഹവും കടപ്പാടും ഏറെയാണ്. രണ്ടാമതൊരിക്കൽ കൂടി ഈ പരിമല സെമിനാരിയിൽ വന്ന് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം എനിക്ക് അവസരം ഉണ്ടാക്കി തന്നത് പരിശുദ്ധ പിതാവാണ്. നിഷ്കളങ്ക ഹൃദയനും നിർമ്മല മനസ്സിനുമായിരിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമനസ്സിനുള്ളതായ നന്ദി ഈ സെമിനാരിയുടെ നാമത്തിൽ അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എനിക്കേറെ സ്നേഹവും കടപ്പാടുമുള്ള അഭിനന്ദനായ ക്രിസോസ്റ്റമോസ് തിരുമേനി അർമേനി ആയിരിക്കുന്ന കാലം മുതലേ എനിക്ക് വ്യക്തിപരമായ അടുപ്പവും എല്ലാം ഉണ്ട്. ആ അടുപ്പം ഇന്നും നൂറ്റാണ്ടിന് ശേഷം തുടരുന്നു. എന്നെക്കുറിച്ച് ഏറെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അഭിനന്ദനായ ക്രിസോസ്റ്റമോസ് തിരുമേനി യോഗത്തിൻ്റെ അധ്യക്ഷനാണ്. തിരുമനസ്സിനുള്ള നന്ദി തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ അഭിനന്ദനായ ഔഗേൺ റമ്പാച്ചൻ ഈ പദ്ധതി തുടങ്ങുവാൻ വേണ്ടി സഹിച്ചതായ ബുദ്ധിമുട്ടുകളെ പ്രയാസത്തെക്കുറിച്ച് എല്ലാ പ്രസംഗരും ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇന്നതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ റമ്പാച്ചൻ സന്തോഷിക്കുന്നു. ഇവിടെ വന്ന് ഈ മീറ്റിംഗ് സംബന്ധിച്ച വന്ദിനായ റമ്പാച്ചനുള്ള നന്ദിയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ്, അദ്ദേഹം ഈ പദ്ധതിക്ക് വേണ്ടി ഔഗേൺ റമ്പാച്ചനെ പോലെ സഹിച്ചതായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ ഇവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായല്ലോ. അദ്ദേഹത്തിനുള്ള നന്ദിയും ഈ സെമിനാരിയുടെ നാമത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ പദ്ധതി ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിച്ച KSAB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരിക്കുന്ന ശ്രീമതി പ്രസന്നകുമാരി മാടത്തോടുള്ള നന്ദിയും ഈ സെമിനാരിയുടെ നാമത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവാങ്ങുന്ന ഇടപെടി അഭിമാനഭാജനവും അതോടൊപ്പം തന്നെ ക്ഷീരവികസന കോർപ്പറേഷൻ ബോർഡിൻ്റെ ചെയർമാനുമായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ശ്രീമാൻ ജോൺ ജേക്കബ് വള്ളക്കാലിൽ ഈ യോഗത്തിൽ ആശംസാ പ്രസംഗം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിനുള്ള നന്ദിയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട കുറിയാക്കോസ് അച്ഛൻ ഈ സെമിനാരിയുടെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മാനേജരാണ്. കാരിക്കോട്ടച്ഛൻ പട്ടമേറ്റ ഉടനെ ഇവിടെ വന്ന് മാനേജരായിട്ട് സ്ഥാനം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് അല്പം പ്രായം കുറവായിരുന്നെങ്കിലും അതിനുശേഷം ഈ സെമിനാരിയുടെ ആധുനിക ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മാനേജരായിട്ടാണ് ബഹുമാനപ്പെട്ട കുറിയാക്കോസ് അച്ഛൻ ഇവിടെ വന്ന് ചാർജ് എടുത്തതും വന്നതിന് ശേഷമുള്ളതായ പല പല നൂതന പരിപാടികളും അവിടെ ആവിഷ്കരിക്കുവാൻ തക്കോണം ബഹുമാനപ്പെട്ട അച്ഛന് സാധിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ പെരുന്നാൾ തന്നെ ഏറ്റവും വിജയപ്രദമായി നടത്തുവാൻ തക്കോണം പ്രത്യേകിച്ച് ഫ്ലൈ ഓവർ ആശയങ്ങളൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ മനസ്സിൽ തോന്നിയ ആശയങ്ങളാണ്. അങ്ങനെ വളരെ ധീരമായിട്ട് ഈ സെമിനാരി ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നതായ ബഹുമാനപ്പെട്ട MC കുറിയാക്കോസുള്ള നന്ദിയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് സംബന്ധിച്ച ബഹുമാനപ്പെട്ട റമ്പാച്ചൻ ജോസഫ് റമ്പാച്ചനെ, ഇവിടുത്തെ പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങൾ, അതുപോലെ തന്നെ ആശംസാ പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട പൊന്നാല അച്ഛനുള്ള നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ മുൻ കൗൺസിൽ അംഗങ്ങളെ, ഇപ്പോഴുള്ള കൗൺസിൽ അംഗങ്ങളെ, അവരെല്ലാവരും തന്നെ വളരെ സജീവമായിട്ട് ഈ മീറ്റിങ്ങിൽ വന്ന് സംഭവിച്ചു. അവരോടെല്ലാവരുള്ള നന്ദി അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരെ, ഈ ഇടവകങ്ങളായിരിക്കുന്ന പല ആളുകൾ, മറ്റു പല ആളുകളും
ഇലക്ട്രിസിറ്റി ബോർഡിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും വന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ചു. എല്ലാവരും ഉള്ളതായ നന്ദി അറിയിച്ചിട്ടു. ആരെങ്കിലും ഉള്ളതായ കൃതജ്ഞത വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാദരം ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിച്ചുകൊള്ളുന്നു. പരിശുദ്ധ ബാബാതിരുമേനി ആശീർവാദം നടത്തി ഇപ്പോഴ് സമ്മേളനം അവസാനിപ്പിക്കും. കൃപയും പരിശുദ്ധവുമായിട്ട് സംബന്ധം ആവാസം നാം എല്ലാവരോടുകൂടെയും പ്രത്യേകാൽ പരിമല മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ മധ്യസ്ഥയോടെയും ഇപ്പോഴെല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.